So guys, welcome back to the channel NEET Physics. ഞാൻ ഗോപു ചന്ദ്രൻ. അപ്പോൾ നമ്മൾ ഇന്ന് വർക്ക് എനർജി പവറിന്റെ ഫൈനൽ പാർട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിന് മുൻപുള്ള പാർട്സ് ഒന്നും കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ശ്രമിക്കുക. കൂടെ തന്നെ ഇത് കാണുന്നതിന് മുൻപ് തിയറി പഠിച്ച ശേഷം കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോസും ക്ലാസ്സും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ മെയിൻ ആയിട്ട് ഇവിടെ പവറും കൊളിഷനും ഒക്കെ ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ചെയ്യുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഫോഴ്സും തന്നിട്ടുണ്ട്, വെലോസിറ്റിയും തന്നിട്ട് ഇൻസ്റ്റന്റേനിയസ് പവർ എന്താണെന്നാണ് ചോദ്യം. സോ ഫോഴ്സും വെലോസിറ്റിയും തന്നിട്ടുണ്ടെങ്കിൽ പവർ എന്ന് പറയുന്നത് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി ആയിട്ട്. ഓക്കെ, വർക്ക് എന്ന് വെച്ചാൽ എഫ് ഡോട്ട് എസ്, ഫോഴ്സ് എന്ന് വെച്ചാൽ എഫ് ഡോട്ട് വി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്ത് എഴുതാം? 60I plus 15J minus 3K dot 2Y minus 4J plus 5K. So 60 into 2, 120, 15 into minus 4, minus 60, minus 3 into plus 5, minus 15. അപ്പോൾ നിങ്ങൾക്ക് 60 മൈനസ് 15 ഈക്വൽ ടു 45 വാട്ട് എന്ന് കിട്ടും. ഓപ്ഷൻ ബി. ഓക്കെ, 120 മൈനസ് 60 മൈനസ് 15. അപ്പോൾ യു വിൽ ഗെറ്റ് 45 വാട്ട്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. അപ്പൊ ഇതുപോലൊരു ചോദ്യമാണ്. പക്ഷെ ഇവിടെ ഫോഴ്സും തന്നിട്ടുണ്ട്, മാസും തന്നിട്ടുണ്ട്. ഫോഴ്സ് ആൻഡ് മാസസ് ആർ ഗിവൻ ആൻഡ് പവർ ആണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമുക്ക് എക്സലറേഷൻ കണ്ടുപിടിക്കും. വാട്ട് ഈസ് എക്സലറേഷൻ? വെക്ടർ ആയിട്ട് എഴുതാണെങ്കിൽ ഫോഴ്സ് ബൈ മാസ് ആണ്. അതിൽ മാസ് 1 കിലോഗ്രാം ആയതുകൊണ്ട് നിങ്ങൾക്ക് എക്സലറേഷൻ എന്ത് തന്നെ കിട്ടും? 2ti plus 3t square j by 1. That is equal to 2ti plus 3t square j എന്ന് തന്നെ കിട്ടും. 2ti plus 3t square j. Acceleration കിട്ടി. But we know acceleration എന്ന് പറയുന്നത് എന്താ? dv by dt ആണ്. or dv എന്ന് വെച്ചാൽ a into dt എന്ന് എഴുതാം അല്ലേ? അല്ലെങ്കിൽ ഇന്റഗ്രൽ dv ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ a into t dt എന്ന് കിട്ടും. ഇന്റഗ്രൽ a into t എന്ന് കിട്ടും. ഇന്റഗ്രൽ v എന്താ? dv v ആണ്. a ക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2ti plus 3t square j എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0 മുതൽ നമ്മൾ t വരെ തന്നെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ v ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് കിട്ടും? 2t നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ t സ്ക്വയർ എന്നായിരിക്കും കിട്ടുന്നത്. 2t നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ t സ്ക്വയർ എന്ന് കിട്ടും. 3t സ്ക്വയറിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? t ക്യൂബ് എന്ന് കിട്ടും അല്ലേ? 2t നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ t സ്ക്വയർ, ഇവിടെ t ക്യൂബ് കിട്ടും. ഇത് i ക്യാപ്പ് ആണ്, ഇത് j ക്യാപ്പ് ആണ്. അപ്പൊ നമുക്ക് വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞു. ഇനി പവർ കാണണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പവർ ഈക്വൽ ടു എന്തായിരിക്കും? എഫ് ഡോട്ട് വി ആണ്. എഫിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2ti പ്ലസ് 3t സ്ക്വയർ j dot t square I plus t cube j. So 2 into t into t square. നിങ്ങൾക്ക് i ന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്താ വരിക? 2t ക്യൂബ് എന്ന് വരും. പ്ലസ് 3 into t സ്ക്വയർ into t ക്യൂബ് t റേസ് ടു 5 എന്ന് വരും. 2t ക്യൂബ് പ്ലസ് 3t റേസ് ടു 5. ഓപ്ഷൻ ബി അല്ലേ വരുന്നത്? അത്രയും പാർട്ട്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. അടിപൊളി. എ പാർട്ടിക്കിൾ ഓഫ് മാസ് m തന്നിട്ടുണ്ട്. കോൺസ്റ്റന്റ് പവർ k തന്നിട്ടുണ്ട്. പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആണ്. ഫോഴ്സ് എന്താണെന്നാണ് ചോദ്യം. സോ നമുക്കറിയാം പവർ എന്ന് വെച്ചാൽ എന്താ? വർക്ക് ബൈ ടൈം ആണ്. അല്ലെങ്കിൽ വർക്ക് എന്ന് വെച്ചാൽ പവർ ഇൻറ്റു ടൈം ആണ്.
പവർ കെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വർക്ക് ഈക്വൽ ടു കെ ടി എന്ന് എഴുതാം. ഓൾസോ വി നോ വർക്ക് ഈസ് നത്തിങ് ബട്ട് ഹാഫ് എം വി സ്ക്വയർ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് എനർജി തീരും. വർക്ക് എന്ന് വെച്ചാൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. അതിൽ ഇനിഷ്യൽ കൈനറ്റിക് എനർജി 0 ആണ്. കാരണം എന്താ, സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് അല്ലേ. അപ്പൊ യു 0 ആണ്. അപ്പൊ വർക്ക് ഈക്വൽ ടു നിങ്ങൾക്ക് ഹാഫ് എം വി സ്ക്വയർ എന്ന് കിട്ടും. അല്ലെങ്കിൽ പി ഇൻറ്റു ടി ക്യാൻ ബി റിട്ടൺ ആസ്, പിന് കെ എന്ന് കൊടുക്കാം അല്ലെ. കെ ഇൻറ്റു ടി ഈക്വൽ ടു യു വിൽ ഗെറ്റ് ഹാഫ് എം വി സ്ക്വയർ. കിട്ടില്ലേ? അപ്പൊ അവിടുന്ന് വി സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? 2kt ബൈ എം എന്ന് കിട്ടും. അല്ലെങ്കിൽ വി ഈക്വൽ ടു എന്ത് കിട്ടും? റൂട്ട് ഓഫ് 2kt ബൈ എം എന്ന് കിട്ടും. വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പവർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പവർ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി അല്ലേ. നമുക്ക് ആവശ്യം ഫോഴ്സ് ആണ് ആവശ്യം. സോ ഫോഴ്സ് എന്ന് വെച്ചാൽ പവർ ബൈ വെലോസിറ്റി വരും. പവർ എന്ന് വെച്ചാൽ കെ ആണ്, വെലോസിറ്റി എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് 2kt ബൈ എം ആണ്. സോ വാട്ട് ഈസ് കെ ബൈ റൂട്ട് കെ? റൂട്ട് കെ ഇൻറ്റു റൂട്ട് എം ബൈ റൂട്ട് 2t എന്ന് വരും അല്ലേ. അപ്പൊ റൂട്ട് ഓഫ് കെ ഇൻറ്റു എം ബൈ 2 ഒരുമിച്ച് എഴുതാം. 1 ബൈ റൂട്ട് ടി എന്ന് വെച്ചാൽ ടി റേസ് ടു മൈനസ് 1/2. 1 ബൈ റൂട്ട് ടി എന്ന് വെച്ചാൽ ടി റേസ് ടു മൈനസ് 1/2. അപ്പൊ റൂട്ട് ഓഫ് കെ എം ബൈ 2 ഇൻറ്റു ടി റേസ് ടു മൈനസ് 1/2. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. One coolie takes 1 minute to raise a suitcase through a height 2 meter. Second coolie takes 30 seconds to raise the same suitcase to same height. So power of 2 coolies. അതായത് ഒരാള് ഒരു ഒബ്ജക്റ്റിനെ ഒരു 2 മീറ്റർ മുകളിലോട്ട് പൊന്തിക്കാൻ 1 മിനിറ്റ് എടുക്കുമെങ്കിൽ രണ്ടാമത്തെ ആള് അതേ മാസ് അതേ ഹൈറ്റ് കൊണ്ടുപോകാൻ 30 സെക്കൻഡ് എടുക്കുള്ളൂ. രണ്ടുപേരുടെ പവറിന്റെ റേഷ്യോ എന്താ? അപ്പൊ നമുക്കറിയുന്ന കാര്യം പവർ എന്ന് വെച്ചാൽ വർക്ക് ബൈ ടൈം ആണ്. ഇവിടെ ഹൈറ്റ് തന്നിരിക്കുന്നതുകൊണ്ട് വർക്ക് ക്യാൻ ബി റിട്ടൺ ആസ് mgh/t. അതിൽ എം കോൺസ്റ്റന്റ് ആണ്, ജി കോൺസ്റ്റന്റ് ആണ്, എച്ചും സെയിം ആണ്. അപ്പൊ പവർ എന്ന് വെച്ചാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആണ്. പവർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. സോ വാട്ട് ഈസ് p1 ബൈ p2 ഈക്വൽ ടു, തിരിച്ചു വരും, t2 ബൈ t1 എന്ന് വരും. t2 30 സെക്കൻഡ് ആണ്. t1 1 മിനിറ്റ് എന്ന് വെച്ചാൽ എത്രയാ? 60 സെക്കൻഡ്. 1 മിനിറ്റ് 60 സെക്കൻഡ് ആണ്. അപ്പൊ 30 ബൈ 60 യു വിൽ ഗെറ്റ് 1:2. ഓപ്ഷൻ ഡി. സിമ്പിൾ. അടുത്ത ചോദ്യം. An engine pumps water through a hose pipe. വാട്ടറിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് 2 മീറ്റർ പെർ സെക്കൻഡ്. മാസ് പെർ യൂണിറ്റ് ലെങ്ത് നമ്മളതിനെ ലീനിയർ ഡെൻസിറ്റി എന്ന് വിളിക്കും അല്ലെ. മാസ് പെർ യൂണിറ്റ് ലെങ്ത് മ്യൂ എന്ന് ഡിനോട്ട് ചെയ്യും. ലീനിയർ ഡെൻസിറ്റി അത് 2 തന്നിട്ടുണ്ട്. പവർ എന്താ? ഇത് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ബൈഹാർട്ട് ചെയ്യാൻ പറയാണ്. മാസ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലെങ്കിൽ ലീനിയർ ഡെൻസിറ്റി എന്നുണ്ടെങ്കിൽ പവർ ഈക്വൽ ടു മ്യൂ ഇൻറ്റു വി ക്യൂബ് എന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. പവർ ഈക്വൽ ടു മ്യൂ ഇൻറ്റു വി ക്യൂബ് എന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. സോ മ്യൂ ഈക്വൽ ടു 2 ആണ് അല്ലേ. സോറി 2 അല്ല 100. മ്യൂ ഈക്വൽ ടു 100 ആണ്. വി ക്യൂബ് എന്ന് വെച്ചാൽ 2 ക്യൂബ്. അപ്പൊ 8 ഇൻറ്റു 100 എന്ന് കിട്ടും. 800 വാട്ട്. ശരി. എന്തുകൊണ്ട്? അപ്പൊ ഓപ്ഷൻ കിട്ടും, ഉത്തരം കിട്ടും. അത് ബൈഹാർട്ട് ചെയ്ത് വെക്കാം എളുപ്പത്തിന്, പെട്ടെന്ന് സമയം ലാഭിക്കും. ഇനി എന്തുകൊണ്ടാണ് ഞാനിത് ബൈഹാർട്ട് ചെയ്യാൻ പറഞ്ഞത്, എങ്ങനെ കിട്ടി ഇക്വേഷൻ അതുകൂടി പറയാം. പവറിന്റെ ഇക്വേഷൻ ഫോഴ്സിന്റെ വെലോസിറ്റി ആണ്. ഫോഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ എം എന്ന് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഫോഴ്സിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്, വി ഇൻറ്റു ഡി എം ബൈ ഡി ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. മാസ് ആണ് വേരി ചെയ്യുന്നതെങ്കിൽ. സോ വി ഇൻറ്റു ഡി എം ബൈ ഡി ടി ഇൻറ്റു വി എന്ന് കിട്ടും. ദാറ്റ് ഈസ് വി സ്ക്വയർ ഇൻറ്റു ഡി എം ബൈ ഡി ടി എന്ന് കിട്ടും. ദാറ്റ് ഈസ് വി സ്ക്വയർ ഇൻറ്റു ഈ ഡി എം ബൈ ഡി ടിനെ ഞാൻ ഡി എം ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതി. ഡി എം ബൈ ഡി ടിനെ ഡി എം ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. വി സ്ക്വയർ ഇൻറ്റു ഈ ഡി എം ബൈ ഡി എക്സ് ആണ് മ്യൂ എന്ന് പറയുന്നത്. ഡി എം ബൈ ഡി എക്സ് ആണ് മ്യൂ. ഡി എക്സ് ബൈ ഡി ടി എന്ന് വെച്ചാൽ വെലോസിറ്റി. വി സ്ക്വയർ ഇൻറ്റു മ്യൂ ഇൻറ്റു വി എന്ന് വെച്ചാൽ എന്താ? മ്യൂ ഇൻറ്റു വി ക്യൂബ്. അങ്ങനെയാണ് ഇക്വേഷൻ കിട്ടിയത്. മ്യൂ ഇൻറ്റു വി ക്യൂബ് ബൈ ഹാർട്ട്. ഓക്കെ. അടുത്ത ചോദ്യം. A particle of
മാസ് m തന്നിട്ടുണ്ട്, സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ്, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആണ്. ഓക്കെ, t സമയം കഴിയുമ്പോൾ അതിന്റെ സ്പീഡ് v ആണെങ്കിൽ പവർ എന്താ? എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ നമുക്കറിയുന്ന ഇക്വേഷൻ acceleration എന്ന് വെച്ചാൽ dv by dt or dv equal to a into dt എന്ന് കിട്ടും. അപ്പോൾ ഇന്റഗ്രൽ വെലോസിറ്റി 0 മുതൽ b വരെ ഇന്റഗ്രേറ്റ് ചെയ്യുക, a into ഇന്റഗ്രൽ ടൈം 0 മുതൽ ക്യാപിറ്റൽ T വരെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ v equal to a into ക്യാപിറ്റൽ T എന്ന് കിട്ടും. v equal to a into ക്യാപിറ്റൽ T അല്ലേ? ഇനി ഒന്നുമില്ല, ശരിക്കും വളരെ സിമ്പിൾ ആണ്, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല. പവർ എന്ന് വെച്ചാൽ എന്താ? വർക്ക് ബൈ ടൈം ആണ്. വെലോസിറ്റി എന്നിരിക്കുന്നുണ്ട്, വർക്കിന് എന്ത് കൊടുക്കുക? ഹാഫ് mv² ബൈ ടി ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ചെയ്തതിന്റെ ആവശ്യം തന്നെ ഇല്ല, അതിന്റെ ആവശ്യം തന്നെ ഇല്ല. സോ ഹാഫ് mv² ബൈ ടി എന്ന് കിട്ടും. ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഡി. ഇതിന്റെ ആവശ്യം തന്നെ ഇല്ല കേട്ടോ, ഞാൻ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അടുത്ത ചോദ്യം, water falls from a height 60 meter at the rate of 15 kilogram per second to operate a turbine. ഒരു ടർബൈൻ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി 60 മീറ്റർ ഹൈറ്റിൽ നിന്നും വെള്ളം താഴത്തേക്ക് വരികയാണ്. അപ്പൊ അവിടുത്തെ ആദ്യം നമുക്ക് പവർ ഇൻപുട്ട്, നമ്മൾ കൊടുക്കുന്ന പവർ ഇൻപുട്ട് പവർ എന്ന് വെച്ചാൽ mgh/t ആണ്. അതിൽ m/tന്റെ വാല്യൂ ആണ് 15 തന്നിരിക്കുന്നത്. കിലോഗ്രാം പെർ സെക്കൻഡ് മീൻസ് m/t ആണ് 15. നമുക്ക് g 10 ആയിട്ട് എടുക്കാം, height 60 ആയിട്ട് എടുക്കാം. ഓക്കെ, സോ യു വിൽ ഗെറ്റ് എത്ര കിട്ടും? 0.09000 എന്ന് കിട്ടും. ഇതാണ് ഇൻപുട്ട് പവർ. പക്ഷെ അതിൽ 10% എന്തായിട്ട് പോകുന്നുണ്ട്? ലോസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ പവർ ജനറേറ്റഡ് ബൈ ടർബൈൻ എന്തായിരിക്കും? ഔട്ട്പുട്ട് പവർ എന്തായിരിക്കും? ടർബൈൻ ജനറേറ്റ് ചെയ്യുന്ന പവർ 90% ഓഫ് ഇൻപുട്ട് പവർ ആയിരിക്കും. 90% ഓഫ് ഇൻപുട്ട് പവർ, 90% means 0.9. Input power is 9000. You will get 8100 watt. 8100 watt എന്ന് വെച്ചാൽ എത്രയാ? 8.1 kilowatt. 8100 watt means 8.1 kilowatt. Option C. Okay. അടുത്ത ചോദ്യം, സോ ഈ ഒരു ചോദ്യം നോക്കുക. A ball is thrown vertically downwards from a height 20 meter with a velocity vu. അപ്പൊ ഇനിഷ്യലി ബോൾ പോസസ് ചെയ്യുന്ന എനർജി ഹൈറ്റ് ഉള്ളതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, വെലോസിറ്റി ഉള്ളതുകൊണ്ട് കൈനറ്റിക് എനർജി ഉണ്ട്. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്ത ശേഷം അതേ ഹൈറ്റിൽ തന്നെ തിരിച്ചു വന്നു, അതേ ഹൈറ്റിൽ തന്നെ തിരിച്ചു വന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? 50% എനർജി ലോസ് ആയി, 50% എനർജി ലോസ് ആയി. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി v0 എന്താണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ലെറ്റ് ഇനിഷ്യൽ എനർജി എന്ന് വെച്ചാൽ എന്താ? mgh ഉണ്ട്, അതേപോലെ എന്തുണ്ട്? ഹാഫ് mv² ഉണ്ട്. ഫൈനൽ എനർജി എന്ന് വെച്ചാൽ mgh മാത്രമേ ഉള്ളൂ, അതേ ഹൈറ്റിൽ തന്നെ റീബൗണ്ട് ചെയ്തിരിക്കുന്ന mgh ഫൈനൽ എനർജി. അപ്പൊ 50% എനർജി ലോസ് ആയതുകൊണ്ട് ഫൈനൽ എനർജി എന്ന് വെച്ചാൽ ബാക്കി റിമൈനിങ് 50% അല്ലെ 1/2 E1 ആയിരിക്കും. കാരണം 50% ലോസ് ആയി. അപ്പൊ ഇനിഷ്യൽ എനർജിന്റെ പകുതിയേ ഉള്ളൂ ഫൈനൽ എനർജി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? mgh equal to half of mgh plus half mv02 എന്ന് എഴുതാം. അല്ലെങ്കിൽ 2mgh equal to mgh plus half mv02 എന്ന് എഴുതാം. or mgh equal to half mv02 എന്ന് എഴുതാം. m ക്യാൻസൽ ആകും, v02 equal to 2gh എന്ന് കിട്ടും. that is 2 into 10 into 20 400. that is v0 എന്ത് കിട്ടും? √400, that is 20 meter per second എന്ന് കിട്ടും. 20 meter per second, ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം, കൊളിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ കൊളിഷന്റെ പ്രത്യേകത എന്താ?
രണ്ട് ടൈപ്പ് കൊളിഷൻ ഉണ്ടല്ലോ, ഇലാസ്റ്റിക് ഉണ്ട് ഇൻഇലാസ്റ്റിക് ഉണ്ട്. എല്ലാ ടൈപ്പ് കൊളിഷനിലും മൊമെന്റം കൺസർവ് ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞ് തിയറിയൊക്കെ അനുസരിച്ച് നോക്കി വായിച്ച ശേഷം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. എ മൂവിംഗ് ബ്ലോക്ക്, ഒരു ബോഡി ചെറിയ മാസ് എം തന്നിട്ടുണ്ട്. ഓക്കെ, അത് വേറൊരു ബോഡി M2 ആയിട്ട് കൊളൈഡ് ചെയ്യണം. M2 4m ഹെവിയർ മാസ് 4m തന്നിട്ടുണ്ട്. ഇത് ഇനിഷ്യലി അറ്റ് റെസ്റ്റിലാണ്, ആൻഡ് ഇറ്റ് ഈസ് മൂവിംഗ് വിത്ത് എ സ്പീഡ് v. ആ v തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെന്താ പറയുന്നത്, ദി ലൈറ്റർ ബ്ലോക്ക് കംസ് ടു റെസ്റ്റ് ആഫ്റ്റർ കൊളിഷൻ. ഇത് ഫൈനൽ എന്താവുന്നു, ലൈറ്റർ ബ്ലോക്ക് കൊളൈഡ് ചെയ്ത ശേഷം റെസ്റ്റിലാവുന്നു എന്ന് പറയുന്നുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. വാട്ട് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ? relative velocity of separation after collision by relative velocity of approach before collision. v1 minus v2 by u2 minus u1. ഈ റേഷ്യോ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. അതിനു മുമ്പ് ഞാൻ പറഞ്ഞു m1 u1 plus m2 u2 equal to m1 v1 plus m2 v2 ഈക്വൽ ആയിരിക്കും. മൊമെന്റം കൺസർവ് ആയിരിക്കും. ദാറ്റ് ഈസ് m into v plus ഇത് ഇനിഷ്യലി റെസ്റ്റിലാണ് equal to final velocity ഇത് 0 ആണ്, v1 becomes 0 plus 4m into v2 എന്ന് കിട്ടും. or you will get v2 equal to v by 4 എന്ന് കിട്ടും. m into v അല്ലേ, ഇവിടുന്ന് m into v equal to എന്ത് കിട്ടും, 4m v2 എന്ന് കിട്ടും. m into v equal to 4m v2 or v2 equal to v by 4 എന്ന് കിട്ടും. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. v1 ന് എന്ത് കൊടുക്കാം, 0. v1 0 minus v divided by u2 0. What is u1 equal to? Oh, sorry. v1 0, v2 equal to v by 4, u2 0, u1 equal to v, u1 equal to v. അപ്പോൾ ചെയ്യുമ്പോൾ v by 4 by v you will get 1 by 4. 1 by 4 എന്ന് വെച്ചാൽ എത്രയാ, 0.25. 1 by 4 means 0.25. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. വീണ്ടും കൊളിഷനായിട്ട് ബന്ധപ്പെട്ടത്. ഇവിടെയും ഇതേപോലെ ഒരു ബോഡി എ എന്ന് പറയുന്നുണ്ട്. എന്റെ മാസ് എത്ര തന്നിട്ടുണ്ട്, 4m തന്നിട്ടുണ്ട്. വേറൊരു ബോഡി ബി തന്നിട്ടുണ്ട്, അതിന്റെ മാസ് 2m തന്നിട്ടുണ്ട്. ബോഡി എ മൂവ്സ് വിത്ത് സ്പീഡ് u. അപ്പൊ ഇതിന്റെ ഇനിഷ്യൽ സ്പീഡ് u ആണ്. അനദർ ബോഡി 2m അറ്റ് റെസ്റ്റ്. ഓക്കെ, അപ്പൊ u2 ഈക്വൽ ടു 0. രണ്ടാമത്തെ ബോഡി റെസ്റ്റിലാണ്. കൊളിഷൻ ഈസ് ഇലാസ്റ്റിക് ഇൻ നേച്ചർ. ഓക്കെ, അപ്പൊ ഇലാസ്റ്റിക് ഇൻ നേച്ചർ ആണെങ്കിൽ ഇതിന്റെ v1 കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. ആഫ്റ്റർ കൊളിഷൻ v1 ഈക്വൽ ടു m1 minus m2 by m1 plus m2 into u1 plus 2m2 u2 by m1 plus m2. ഒരു ചെറിയൊരു ഫോർമുല അല്ലേ. ഇതെന്താ v1 എന്ന് വെച്ചാൽ ബോഡി എന്റെ കൊളൈഡ് ചെയ്ത ശേഷം വരുന്ന വെലോസിറ്റി. ഇലാസ്റ്റിക് ആണെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. u2 0 കൊണ്ട് അത് കൺസിഡർ ചെയ്യണ്ട. m1 ന് 4m കൊടുക്കുക, m2 ന് 2m എന്ന് കൊടുക്കുക. 4m plus 2m whole into u എന്ന് ചെയ്യുമ്പോൾ 2m by 6m into u ചെയ്യുമ്പോൾ you will get u by 3. So v1 equal to u by 3. ഇനിയാണ് നമ്മുടെ കൺസെപ്റ്റ്. എന്റെ ഇനിഷ്യൽ എനർജി എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു യു സ്ക്വയർ ആണല്ലോ. എം അല്ല 4m ആണ് വരുന്നത് അല്ലേ. ഹാഫ് ഇൻറ്റു 4m ഇൻറ്റു യു സ്ക്വയർ, ദാറ്റ് ഈസ് 2m u സ്ക്വയർ എന്ന് കിട്ടും. എന്റെ ഫൈനൽ എനർജിയോ ഹാഫ് ഇൻറ്റു 4m ഇൻറ്റു u by 3 ഹോൾ സ്ക്വയർ എന്ന് വരും. u by 3 whole square, that is 2 by 9 mu square എന്ന് കിട്ടും. mu square. ചോദ്യം എന്താ പറയുന്നത്, ഫ്രാക്ഷൻ ഓഫ് എനർജി ലോസ്റ്റ് ബൈ ബോഡി. എന്റെ ബോഡി ലോസ് ചെയ്യുന്ന എനർജിന്റെ ഫ്രാക്ഷൻ. അപ്പൊ ആദ്യം ലോസിന്റെ എനർജി എന്തായിരിക്കും, വാട്ട് ഇസ് ലോസിന്റെ എനർജി, 2 mu square minus 2 by 9 mu square. അപ്പൊ എന്ത് കിട്ടും, 9 into 2 18, 18 minus 2 16
by 9 mu square എന്ന് കിട്ടും. ഇതാണ് ലോസ് ഇൻ എനർജി. ഇതല്ല ചോദ്യം. ഫ്രാക്ഷൻ ഓഫ് എനർജി ലോസ്റ്റ്. അപ്പോൾ ഡെൽറ്റ ഇ ബൈ EA1 ലോസും ഇനിഷ്യൽ എനർജി തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിക്കുന്നത്. അപ്പൊ എന്ത് കിട്ടും? 16/9 mu square ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ എനർജി എന്താ? 2 mu square. അപ്പൊ mu square ക്യാൻസൽ ആകും. 16/9 into 2 എന്ന് കിട്ടും. That is equal to 8/9. So this is the fraction of energy lost. Option C. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും ചെയ്യാനുണ്ട്. നല്ലൊരു ചോദ്യം. അടുത്ത ചോദ്യം. ഈ ഒരു ചോദ്യം നോക്കാം. Ball moving with velocity 2 meter per second collides head on with another stationary ball of double the mass. അപ്പൊ ഇനിഷ്യലി ബോളിന്റെ മാസ് നമുക്ക് 1 കിലോഗ്രാം എന്ന് എടുക്കാം. രണ്ടാമത്തെ ബോൾ ഇതിന്റെ ഡബിൾ കിലോഗ്രാം ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? കോയിഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ 0.5 എന്ന് പറയുന്നുണ്ട്. പിന്നെന്താ? ഇത് ഇനിഷ്യലി അറ്റ് റെസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ വെലോസിറ്റി നമുക്ക് u എന്ന് എടുക്കാം, ഇനിഷ്യൽ വെലോസിറ്റി. പക്ഷെ ചോദ്യം എന്താണെന്നറിയോ? their velocities after collision. v1 എന്താ, v2 എന്താന്നാ ചോദ്യം. what is v1, what is v2? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. 0.5 തന്നിരിക്കുന്നതുകൊണ്ട് v1 മൈനസ് v2 എന്തിന് ഈക്വൽ ആയിരിക്കും? e into u2 മൈനസ് u1 ഈക്വൽ ആയിരിക്കില്ലേ? നേരത്തെ ഇതിന്റെ ഫോർമുല പഠിപ്പിച്ചു. അപ്പൊ v1 മൈനസ് v2 ഈക്വൽ ടു 0.5 into എന്തെഴുതാം? u2 ന് 0 കൊടുക്കുക, u1 ന് u എന്ന് കൊടുക്കുക. You will get v1 minus v2 equal to minus 0.5 into u എന്ന് കിട്ടും. ഇക്വേഷൻ 1. പിന്നെ നമ്മുടെ മൊമെന്റം കൺസർവേഷൻ m1 u1 എന്താ മൊമെന്റം കൺസർവേഷൻ ഇക്വേഷൻ? m1 u1 plus m2 u2 എന്ന് പറയുന്നത് m1 v1 plus m2 v2 ആണ്. m1 ന് 1 എന്ന് കൊടുക്കുക പ്ലസ് u2 0 1 into v1 plus 2 into v2 എന്ന് കിട്ടും. or you will get ഇവിടെ v1 plus 2v2 equal to u എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ 2. ഇക്വേഷൻ 1 എന്താ? v1 minus v2 equal to minus 0.5 എന്ന് കിട്ടി. ഇതാണ് ഇക്വേഷൻ 1. നമുക്ക് v1 ഉം v2 എല്ലാം കണ്ടുപിടിക്കുന്നുണ്ട് അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്യാം. അപ്പൊ 2v2 മൈനസ് മൈനസ് v2, അതായത് 3v2 ഈക്വൽ ടു എന്ത് കിട്ടും? 1.5 into u എന്ന് കിട്ടും. u2 തന്നിട്ടുണ്ട് അല്ലേ? ദാറ്റ് ഈസ് 1.5. u2 തന്നിട്ടുണ്ട്, ഇത് 2 തന്നിട്ടുണ്ട്. അപ്പൊ 1.5 into 2 ദാറ്റ് ഈസ് 3 എന്ന് കിട്ടും. or v2 ഈക്വൽ ടു 3/3 1 meter per second. v2 1 meter per second എന്ന് കിട്ടും. substitute in 1 അല്ലെങ്കിൽ substitute in equation 2. അപ്പൊ v1 plus 2 into 1 equal to 2 എന്ന് കിട്ടും. that is v1 equal to 0. v1 equal to 0. so 0യും 1ഉം ഓപ്ഷനിൽ 0യും 1ഉം. ഇപ്പൊ ഇവിടെ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് അതന്നെയല്ലേ കിട്ടുള്ളൂ. v1 minus 2 equal to minus 0.5 into 2 v1 മൈനസ് അങ്ങനെ ചെയ്താലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായാലും v1 ഈക്വൽ എന്ത് കിട്ടുള്ളൂ? 0 തന്നെ കിട്ടുള്ളൂ. സോ ഓപ്ഷൻ എ എന്ന് കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പൊ നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. രണ്ട് ഈക്വൽ മാസ് m1 ആൻഡ് m2. ഇത് ഒരുപാട് തവണ ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 3-4 വർഷം നീറ്റ് തന്നെ ചോദിച്ചിട്ടുണ്ട്. 2 ഈക്വൽ മാസ് m1 ആൻഡ് m2 ഈക്വൽ മാസ് ആണ്. സെയിം സ്ട്രേറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നു. +3ഉം -5 ആണ്. കൊളൈഡ് ഇലാസ്റ്റിക്കലി, അതാണ് ഇമ്പോർട്ടന്റ്. രണ്ട് ഈക്വൽ മാസ് ഉള്ള ബോഡി ഇലാസ്റ്റിക്കലി കൊളൈഡ് ചെയ്താൽ ഒരെണ്ണത്തിന്റെ മാസ് +3ഉം രണ്ടാമത്തേതിന്റെ മാസ് -5 ആണെങ്കിൽ ബിഫോർ കൊളിഷൻ ഇങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ കൊളിഷൻ എങ്ങനെയായിരിക്കും അറിയോ? ആഫ്റ്റർ കൊളിഷൻ +3 becomes -5, -5 becomes +3. they will interchange their velocity. ഈക്വൽ മാസുള്ള രണ്ട് ബോഡി ഇലാസ്റ്റിക്കലി കൊളൈഡ് ചെയ്ത് എന്ത് സംഭവിക്കും? they will interchange their velocity. അപ്പൊ ഓപ്ഷൻ എന്താ വരിക? -5ഉം +3ഉം. ഓപ്ഷൻ ഡി ആയിരിക്കും ഉത്തരം. ഓപ്ഷൻ ഡി. സോ ദാറ്റ്സ് ഇറ്റ്. ഒരു ലെങ്തി സെഷൻ ആയിരുന്നു അല്ലെ? നിയർലി ഹാഫ് ആൻ അവർ ആയി. സോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ
കഴിഞ്ഞിട്ടുണ്ട്, ഈ ഭാഗം അങ്ങനെ വർക്ക് എനർജി പവറും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ പുതിയൊരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, സി യു, ടേക്ക് കെയർ, താങ്ക് യു.